ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അഞ്ചലിൽ. അപ്പോൾ ആ ദിവസം തന്നെ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഓർത്തു, മരിച്ചുപോയി 5 വർഷമായി. അപ്പോൾ അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നു. ഇന്നൊരു തുലാഭാരം ഉണ്ടായിരുന്നു എനിക്ക് അഞ്ചൽ പനയഞ്ചേരി അല്ലേ, പനയഞ്ചേരിയിൽ വെച്ച് ഒരു വർഷമായി അത് നേർന്നിട്ട്. ഇന്ന് സൗകര്യം കിട്ടിയപ്പോൾ അങ്ങ് പോയി ചെയ്തു. അത് കഴിഞ്ഞൊക്കെയാണ് ഇപ്പോഴേ ഈ വാർത്ത വന്നത്. ഈശ്വരാനുഗ്രഹം, എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹം, എൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹം, ഇതുകൊണ്ടൊക്കെയാണ് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ എന്നെക്കാളും കഴിവുള്ള ഒരുപാട് പേര് കാണാം. എന്തോ അച്ഛന് അതെ, ഇങ്ങനെ ഒരു അംഗീകാരം ആദ്യമാണ്. സഹോദരന്മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടന് കിട്ടിയിട്ടില്ല, ശ്രീകുട്ടനും കിട്ടി കാണുന്നില്ല. അതെ, അപ്പം അവർക്കൊന്നും കിട്ടാതെ എനിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗ്യമോ എന്തൊക്കെയോ ഈശ്വരാധീനമോ എന്തൊക്കെയായിരിക്കാം. സംഗീത ലോകത്തിന് ഇനിയും നൽകാനുണ്ടെന്ന് തോന്നുന്നു. ഇനിയും സംഭാവന നൽകാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും സംഗീതത്തിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതം തന്നെ എൻ്റെ ജീവിതം. ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുകയും, ഇപ്പം പെൻഷനായി, എന്നാലും പെൻഷനായി വീട്ടിലങ്ങ് ഒതുങ്ങിയിരിക്കുക, അതല്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും സംഗീതത്തിന് വേണ്ടി ചെയ്യുക, അതൊക്കെ ഇപ്പോഴും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എൻ്റെ ഗുരുക്കന്മാർ, ചെമ്മൻകുടി സാറും പിന്നെ GN ബാലസുബ്രഹ്മണ്യവും മാവേലിക്കര പ്രഭാകര വർമ്മ സാറ്, ഇവരൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാർ. അച്ഛനാണ് ആദ്യം പഠിപ്പിച്ചത്. അവരെ എപ്പോഴും ഞാൻ എണീറ്റാൽ ഉടൻ അവരെയാണ് സ്മരിക്കുന്നത്.